സ്കൂളോട് പണിക്ക് തോന്നുന്നുണ്ട്. കാണാൻ വരാറുണ്ട്. എന്തോ ഒരു പണിയാറത്. കമറോ, ആ മൈമോ കേറ്. ആ ആടി കേറാ. നീ അത് പണിയിലാ തോന്നണേ. ആടി ഒരാഴ്ചയിൽ ആശുപത്രിയില് കൊറേ പണിയുണ്ട്. നീ ഇങ്ങോട്ട് കേറിയിരിക്കേ. ആടി എനിക്കൊന്നും വരാൻ പറ്റില്ല. ഒരു എത്രങ്ങാനും പണിയാന്ന് വെച്ചിട്ടാ. ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചാലോ രാത്രിയാവും. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല. ഓക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പനി കഴിഞ്ഞില്ലേ, ആ ഒന്നും വിഷയമല്ല. എന്നിട്ടിപ്പോ കുറവുണ്ടോ? ആ ഇപ്പൊ കുറവുണ്ട്. കുറേ ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ വെച്ചപ്പോ നല്ല കുറവുണ്ട്. അതങ്ങ് ഡിസ്ചാർജ് ആക്കി പോന്നെ തന്നെ. അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇപ്പൊ നല്ല സുഖല്ലേ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ? എന്താ സുഖം എന്നൊക്കെ? അതൊന്നും ഇല്ലടി. ആശുപത്രിയിലാകുമ്പോ ഒരു പണിയും എടുക്കണ്ട, തിന്നുക കിടക്കുക, സമയാകുമ്പോ ഭക്ഷണം, ഒരു പണിയില്ലല്ലോ. അതാ പറഞ്ഞേ. ആ പറഞ്ഞത് ശരിയാ. ഒരു പണിയില്ല. ഫുള്ള് റെസ്റ്റ്, ഫുൾ ടൈം കിടത്തുവാണല്ലോ അല്ലേ. അതാണ് ഞാൻ പറഞ്ഞേ. അത് ശരിയാ. സമയം ഭക്ഷണമൊക്കെ കഴിക്കാം. പക്ഷെ കൊണ്ടുതരാൻ നമുക്ക് ആരുമില്ല കേട്ടോ. കൊണ്ടുതരാനൊന്നും ആരും ഉണ്ടാവില്ല. സമയം വല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫുൾ ടൈം റെസ്റ്റ് കൊടുത്ത് അങ്ങനെ ഇരിക്കാം. ഒക്കെ പോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുതരാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? ഇല്ലല്ലോ. ഞാൻ അങ്ങനെ പറയുന്നല്ല കേട്ടോ. ഞാനൊക്കെ നിങ്ങൾ കിടന്നപ്പോ വരെ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് വന്നേനു. വലിയ പൊശിയൊന്നും ഇല്ലേനു. ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നേനു. അപ്പൊ നിങ്ങൾ കൊണ്ടുതരാത്തിന് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞേ കൊണ്ട് പറഞ്ഞു കേട്ടോ. അതന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് വരാൻ സമയം ഉണ്ടായില്ല. കുറേ വലിയ പണി. എനിക്കിപ്പോൾ നിങ്ങളെ ഭക്ഷണം വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോഴുള്ള ഭക്ഷണം വാങ്ങാനുള്ള പൈസ വരുമാനമൊക്കെ ഇപ്പം എനിക്കുണ്ട്. പക്ഷെ പറഞ്ഞാൽ തന്നല്ല, നിങ്ങളെ പോലെ പറയണ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ആശുപത്രി കിടന്ന എന്താ സുഖം, ആശുപത്രി കിടന്ന എന്തൊക്കെ തിന്നാ, ഒരു പണിയും ഇല്ല, അങ്ങനെ കുത്തിരുന്നാൽ മതി, അത് നല്ല സുഖമുള്ള പണിയല്ലേ. അത്ര വലിയ സുഖമുള്ള പണിയാ. എന്നാൽ അത്ര വലിയ സുഖമുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതൊക്കെ ആശുപത്രിയിൽ കിടക്കുമ്പോഴേ മനസ്സിലാവും. എടി കമറോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ അന്നെ പറഞ്ഞല്ല, പൊതുവേ അങ്ങോട്ട് പറഞ്ഞതാ. ആശുപത്രിയിൽ നിൽക്കുക പറഞ്ഞാലേ അത് അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല. അത് നന്നാലേ അറിയാം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലേ വീടാക്കാൻ 2 ദിവസം വേണം. ശരി, ഹോസ്പിറ്റലിൽ ഒരു പണിയുമില്ല. പക്ഷെങ്കിലേ അത് കഴിഞ്ഞ് വന്നാലേ ഈ പോരാക്കണമെങ്കിൽ 2 ദിവസം വേണം. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയുന്നേ. ശരി കമറോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. പിന്നെ ഞാൻ എന്തൊരു സഹായിക്കണം എന്നെ? വേണ്ടടി. ബാക്കിയൊക്കെ ഞാൻ രാത്രി ഇന്നലെ വന്നപ്പോൾ തന്നെ കുറച്ച് ചെയ്ത് തീർത്ത് പിന്നെ ബാക്കി ഇനി കുറച്ച് അലക്കാനേ ഉള്ളൂ. അതുകൂടി അലക്കിയാൽ കഴിഞ്ഞ്. വേറെ പണികളൊന്നുമില്ല. ആണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. മോനിപ്പോൾ വരും. മോനക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ ഓനൊരു സ്വൈര്യം തരില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. ആടി എന്നാ ഈ പോവാൻ നോക്കിക്കോ. ഇനി ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം വാ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അപ്പം എനിക്ക് കുറേ പണികളുണ്ട്. അല്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നോ? ഇല്ലേടി, ഞാൻ കുറച്ച് അരിയും പിന്നെ ചെറുപയറും കൂടി ഇതിലിട്ടിട്ട് അങ്ങ് വിസിലടുപ്പിക്കുക. എന്നാൽ പിന്നെ കഞ്ഞിയായില്ല. അതേപ്പോൾ നടക്കുകയുള്ളൂ. പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു നേരമാവും. ചോറും കറിയും വെക്കാൻ എന്നാൽ സമയം കിട്ടൂല. അല്ല, അവിടെ ചോറൊക്കെ കഴിക്കുന്ന ഞാൻ കുറച്ച് ചോറും കൂടി കൊണ്ടുതരാം. വേണ്ട, ഈ പോയിട്ട് പിന്നെ വാ. വൈകുന്നേരം വാ. ഞാൻ അപ്പോഴത്തേക്ക് പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ. വേണ്ടേ? എന്നായിക്കോട്ടെ, ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. എന്നാ ഈ പോയിട്ട് വൈകുന്നേരം വാട്ടോ. വേണ്ടില്ലേന്നു, വണ്ടി കൊടുത്ത് തട്ടി വാങ്ങിയ പോലെ ആയിപ്പോയി.